നേരത്തെ പറഞ്ഞല്ലോ, നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചരണവും പ്രവർത്തനമൊക്കെ വളരെ നേരത്തെ തന്നെ തുടങ്ങിയവരാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഏകദേശം ഞങ്ങളുടെ കമ്മിറ്റികളും ബാക്കി പ്രവർത്തനങ്ങളൊക്കെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ വളരെ 100% ആത്മവിശ്വാസത്തോടെയാണ്. സ്ഥാനാർത്ഥിയെ കാത്തു നിൽക്കുകയായിരുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചതോടുകൂടി ഞങ്ങൾ വീടുകൾ കയറുന്ന പരിപാടിയിലേക്ക് നടന്നു കഴിഞ്ഞു. പ്രചരണ പരിപാടികൾ ഒരുപാട് നടന്നു. ഇന്ന് നിങ്ങൾ കണ്ടു, നിലമ്പൂരിൽ ഇതുവരെ ഒരിക്കൽ കണ്ടിട്ടില്ലാത്ത രൂപത്തിലുള്ള ഒരു വലിയ ആവേശമാണ് ഇതിൻ്റെ പ്രവർത്തകർക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വലിയ വിജയം ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ജനം മൈക്കും താഴ്ത്തോ? ഞാൻ പറഞ്ഞാൽ അൻവറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അത് എൻ്റെ നേതൃത്വം ആണ് ആ കാര്യങ്ങൾ തീരുമാനം പറയുന്നത്. അത് നേതൃത്വമാണ്. ഞാൻ ആ ചർച്ചയിലൊന്നും പങ്കെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളീ പറയുന്നതിന് ഓരോ പരാമർശങ്ങൾക്കും എനിക്ക് മറുപടി അറിയാൻ സാധിക്കാത്ത അവസ്ഥയോ. എന്തായാലും എൻ്റെ ഈ അൻവറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എൻ്റെ നേതൃത്വമാണ് അത് തീരുമാനിക്കുന്നത്. ആ നേതൃത്വത്തിൻ്റെ തീരുമാനം അനുസരിച്ച് ആദ്യം സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചത് താങ്കളുടെ പേരാണ്. അതിനുശേഷം നാമനിർദ്ദേശ പത്രിക താങ്കൾ ആദ്യം സമർപ്പിക്കുന്നത് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി തന്നെയായി. അത് പ്രവർത്തകരിൽ കുറച്ചും കൂടി ആവേശവും വലിയ ആവേശം. ഞാൻ പറയട്ടെ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. അതിൻ്റെ 48 മണിക്കൂർ തെളിയുന്നതിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥി ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി. ഞങ്ങൾ നാമനിർദ്ദേശ പത്രിക ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ വർഷവും വളരെ മുന്നിലാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ഒരു വലിയ കാരണം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഒരു തീരെ പ്രതീക്ഷയില്ല എന്ന് തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടത്തിലും അവരുടെ പ്രവർത്തനങ്ങൾ കണ്ടാൽ ഓരോ ഘട്ടത്തിലും പ്രവർത്തനങ്ങൾ കണ്ടാൽ അതുകൊണ്ട് തന്നെ അവർക്ക് വിജയ പ്രതീക്ഷയില്ല എന്ന് അവർ തന്നെ അവരുടെ പ്രവർത്തനങ്ങളിൽ എം സ്വരാജിൻ്റെ എതിർ സ്ഥാനാർത്ഥി എങ്ങനെ കാണും? എം സ്വരാജിൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. മാത്രമല്ല പല കാര്യങ്ങളിലും ഞങ്ങളൊക്കെ എപ്പോഴും സംവേദിക്കുന്ന ആളുകളാണ്. പക്ഷേ നിലപാടുകൾ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള ഇന്ത്യ നിലനിൽക്കണമെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന മതേതര ജനാധിപത്യ സംഘടന നിലനിൽക്കണമെങ്കിൽ കേരളത്തിൽ ഈ ദുർഭരണം മാറിയാലേ UDFിൻ്റെ നേതൃത്വത്തിൽ ദുർഭരണം മാറ്റാൻ UDFിന് സാധിക്കുമെന്ന് വളരെ കൃത്യമായ ബോധ്യമുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ വളരെ കൃത്യമായ നിലപാടുകളുണ്ട്. മാത്രമല്ല എന്തൊക്കെയായാലും വ്യക്തിപരമായ പരാമർശങ്ങൾക്കൊന്നും തന്നെ ഞാൻ അത്തരം കാര്യങ്ങളിലേക്കില്ല. ഇവിടെ നല്ലൊരു രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന, നാടിൻ്റെ വികസനം ചർച്ച ചെയ്യുന്ന നല്ലൊരു തെരഞ്ഞെടുപ്പാണ്. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം വളരെ മതേതരമായ കാഴ്ചപ്പാടുള്ള, കൃത്യമായി ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ മതേതര നിലപാടുള്ള മണ്ണാണ്. രാഷ്ട്രീയപരമായി അങ്ങനെയുള്ള വലിയ നടക്കാത്ത മണ്ണാണ്. അതുകൊണ്ട് തന്നെ അത്തരം പ്രവർത്തനങ്ങളൊന്നും നിലമ്പൂരിൽ ഇല്ലാതെ തന്നെ ഈ മതേതര മണ്ണിൽ നല്ല രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ള എല്ലാവിധ കാൽപ്പാടുകളും ഒക്കെ നമുക്ക് നമ്മുടെ മുൻഗാമികളായ പ്രത്യേകിച്ച് എൻ്റെ പിതാവ് കാണിച്ചു തന്നിട്ടുണ്ട്. ആ പാതയിലായിരിക്കും ഞങ്ങൾ